അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഇദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി വഖൗമിഹി ഇന്നനീ ബറാഉം തഅബുദൂൻ ഇല്ലല്ലദീ ഫതറനീ ഫഇന്നഹു സയഹ്ദീൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, 43-ാം അധ്യായം സൂറത്തു സുഖ്റൂഫിലെ 26-27 വചനങ്ങളാണ് നാം കേട്ടത്. അതിൻ്റെ ആശയം, അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ പിതാവിനോടും ജനങ്ങളോടും ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു. തീർച്ചയായും ഞാൻ നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവനാകുന്നു, എന്നെ സൃഷ്ടിച്ചവനൊഴികെ. കാരണം തീർച്ചയായും അവൻ എനിക്ക് മാർഗദർശനം നൽകുന്നതാണ്. ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്രഷ്ടാവ് ഏകനായ അള്ളാഹു മാത്രമാണെന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, ആരാധന ഏകനായ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നതിലേക്ക് സൂചിപ്പിക്കുന്ന കാര്യം സൃഷ്ടിപ്പാണ്. ആ സൃഷ്ടിപ്പാകട്ടെ അത് അള്ളാഹുവാണ്, അതിൽ അവൻ ഏകനുമാണ്. അതുകൊണ്ട് ആരാധനക്കർഹൻ ഏകനായ അള്ളാഹു മാത്രമാണ്. രണ്ടാമത്തെ കാര്യം, ബിംബങ്ങളെ ആരാധിക്കുന്നതിൻ്റെ നിരർത്ഥകതയെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം അവ നിങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല, അവയെ തന്നെ നിങ്ങളാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇവിടെ ബറാഉം മിമ്മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് ഞാൻ ഒഴിവാണ് എന്ന തൻ്റെ പിതാവിൻ്റെയും ജനതയുടെയും ബഹുദൈവ വിശ്വാസത്തെ നിരാകരിക്കുകയും ഇല്ലല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ചവനൊഴികെ എന്ന ഏകത്വത്തെ സ്ഥാപിക്കുകയുമാണ് അദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് തന്നെ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൽ ആരാധനയുടെ വിഷയത്തിൽ, പ്രാർത്ഥനയുടെ വിഷയത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിൽ തന്നെ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അടങ്ങുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടങ്ങുന്ന എല്ലാ പ്രവാചകന്മാരുടെയും മാതൃക നമുക്ക് പിൻപറ്റാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അതിനനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.